ഇപ്പോൾ എവിടെ നോക്കിയാലും വൈറലായിട്ടുള്ള മാഗി റെസിപ്പീസ് ആണല്ലേ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല ഇന്ത്യൻ ടേസ്റ്റിൽ നല്ല ബട്ടറി ക്രീമി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ മാഗി. ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് മാറി നിന്നേക്കാട്ടോ. കാരണം 1 സ്പൂണിലൊന്നും എന്തായാലും നിർത്താൻ പറ്റില്ല. നല്ല അഡിക്റ്റീവാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് റെസിപ്പി നോക്കിയാലോ. സാധാ ബട്ടർ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ വലിയ പ്രോസസ്സൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ആദ്യം പാനിൽ കുറച്ച് ബട്ടർ ഇട്ടിട്ട് ചൂടാക്കുക. എന്നിട്ട് അതിൽ നമ്മൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് ഒരു ബേസിക് മാരിനേഷൻ കൊടുത്ത് ചിക്കനാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കുക. അത് കുക്കായി കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ സെയിം പാനിലേക്ക് ഒരു ഉള്ളി ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു 5 to 8 കാഷ്യൂസ്, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. അധികം ചേർത്താൽ കുറച്ചും കൂടെ കട്ടിയായി പോകും കേട്ടോ സോസ്. അതൊന്ന് സോഫ്റ്റ് കുക്ക് ചെയ്തിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ ഒന്ന് വെൽ കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് മാഷ് ആവുന്ന വരെ കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കൂൾ ചെയ്യാൻ വയ്ക്കാം. ഇനി വലിയ പരിപാടിയൊന്നുമില്ല. ഈ കൂൾ മിക്സ് ഒരു ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടെ 2 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്യുന്നത്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. ഇനി മാഗീൻ്റെ സീസണിങ് ആണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യുക. ഞാനിതിൽ എക്സ്ട്രാ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം ഓൾറെഡി സീസണിങ്ങിൽ ഉപ്പുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഒരു 1/2 ടീസ്പൂൺ. വെൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടർ ചിക്കൻ മാഗീൻ്റെ സോസ് റെഡിയായി. ഇനിയത്തെ പരിപാടി നമുക്ക് മാഗി ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ആ സെയിം പാൻ തന്നെ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച സോസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഈ മിക്സിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഒന്ന് ഡൈല്യൂട്ടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വന്നാൽ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കസൂരി മെത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്ത് വെച്ച മാഗിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി അധികം കുക്ക് ചെയ്യൊന്നും വേണ്ട. വേഗം പാൻ ഓഫ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ആ ക്രീമിനെസ് കണ്ടില്ലേ. കുറച്ചും കൂടെ ലുക്കിന് വേണ്ടിയിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും പിന്നെ ഒരു ചെറിയ പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിമ്പിൾ ബട്ടർ ചിക്കൻ മാഗി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്, നല്ല ഡിലീഷ്യസ് ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണാം. ബൈ.